അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ പുറത്തു വന്ന വിവരം പോലീസിനെ പോലും ഞെട്ടിച്ചു. അവിടെയാണ് ഒരു അപകട മരണം എന്ന് കരുതിയ കേസ് കൊലപാതക അന്വേഷണവുമായി മാറിയത്. ജൂൺ 18 ഒരു യുവാവ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. വീട്ടിൽ സന്തോഷം, ബന്ധുക്കളുടെ തിരക്ക്, പുതിയ ജീവിതത്തിലേക്കുള്ള ഓരോ സ്വപ്നങ്ങളും ഓരോ ദിവസം നിറം പിടിക്കുകയായിരുന്നു. ആ യുവാവിന്റെ പേര് കേതൻ അഗർവാൾ. അധികം വൈകാതെ താൻ സ്നേഹിച്ച പെൺകുട്ടിയുമായി സിയ ഗോയലിന്റെ കൈപിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. പക്ഷെ ആ സ്വപ്നങ്ങൾ ആഘോഷിക്കുന്നതിനു മുമ്പ് അതൊരു മരണവാർത്തയായി മാറുമെന്ന് ആ കുടുംബം ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ താമസിക്കുന്ന 26-കാരനായ കേതൻ അഗർവാളും അദ്ദേഹത്തിന്റെ പ്രതിശുദ്ധ വധുവായ സിയ ഗോയലും വിവാഹത്തിനു മുമ്പ് ഒരുമിച്ച് സമയം ചെലവഴിക്കാമെന്ന ആഗ്രഹത്താൽ ലോഹാഗുഡ് കോട്ടയിലേക്ക് ട്രക്കിങ്ങിനായി പോവുകയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുടെയും ഒരുപാട് പ്രതീക്ഷകളുടെയും ആ യാത്ര ആരംഭിച്ചു. പക്ഷെ ആ യാത്രയിൽ നിന്ന് കേതൻ അഗർവാൾ ജീവനോടെ മടങ്ങിയെത്തിയില്ല. ലോഹാഗുഡ് കോട്ടയിലെ ഏകദേശം 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് അദ്ദേഹം വീഴുകയായിരുന്നു. ആദ്യമെത്തിയ വാർത്ത അപകട മരണം അതായിരുന്നു. കാൽവഴുതി വീണതാകുമെന്ന് എല്ലാവരും കരുതി. മരണത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ കേതന്റെ കുടുംബത്തിന് മാത്രം ആ മരണം ഒരു അപകടമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ സംശയമാണ് ആ കേസിന്റെ ദിശ മാറ്റിയത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ ഒന്നൊന്നായി പരിശോധിച്ചു. അതോടൊപ്പം ചോദ്യം ചെയ്യലിനിടെ സിയ ഗോയലിന്റെ മൊഴികളിലും വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘം. അവിടെയാണ് ഒരു അപകട മരണം എന്ന് കരുതിയ കേസ് കൊലപാതക അന്വേഷണവുമായി മാറിയത്. ജൂൺ 18 ഒരു സാധാരണ ട്രക്കിംഗ് ദിവസം എന്ന് കരുതിയ ആ ദിവസം പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ മറ്റൊരു കഥ പറയാൻ തുടങ്ങി. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ പുറത്തു വന്ന വിവരം പോലീസിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. വിവാഹം കഴിക്കാൻ പോകുന്ന സിയ ഗോയലും ചേതൻ ചൗധരിയും എന്ന യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ പ്രണയബന്ധമാണ് ഒടുവിൽ കൊലപാതക ഗൂഢാലോചനയിലേക്ക് എത്തിച്ചതെന്നും ഇരുവരും ചേർന്നാണ് കേതൻ അഗർവാളിനെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടതെന്നുമാണ് പോലീസിന്റെ ആരോപണം. അന്വേഷണത്തിൽ പുറത്തു വന്ന ഫോൺ രേഖകളും ഡിജിറ്റൽ തെളിവുകളും മറ്റ് സാഹചര്യ തെളിവുകളും ഈ സംശയത്തെ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് കസ്റ്റഡി ചോദ്യം ചെയ്യൽ ഇരുവരും പരസ്പരം കുറ്റം ചുമത്തുകയാണ്. ഈ പദ്ധതിക്ക് പിന്നിൽ സിയ ആണെന്ന് ചേതൻ എന്നാണ് സിയയും ഇതെല്ലാം ചെയ്തെന്നാണ് പറയുന്നത്. ആരാണ് യഥാർത്ഥ സൂത്രധാരൻ? ആരാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്? ആരാണ് ഈ അവസാന നിമിഷം വരെ അത് നടപ്പിലാക്കിയത്? ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്ന കുറ്റപത്രത്തിൽ നിർണായകമാവുകയാണ്.